ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ഡൊമെയിൻ റെസ്പോൺസ് ഫ്രം പോൾ സീറോ പ്ലോട്ട് ആണ്. അപ്പോൾ നമുക്ക് ഒരു റെസ്പോൺസ് ഒരു പോൾ സീറോ പ്ലോട്ട് വരച്ചിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ടൈം ഡൊമെയിൻ റെസ്പോൺസ് കണ്ടുപിടിക്കുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇത് കറന്റ് ഐ ഓഫ് എസ് ഈക്വൽ ടു 2s by s+1 into s+2. Plot the pole zero pattern in the S plane and hence obtain I of t. പ്ലോട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഐ ഓഫ് ടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു എഫ് ഓഫ് എസ് അല്ലെങ്കിൽ എസ് ഡൊമെയിനിലുള്ള ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ടൈം ഡൊമെയിൻ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ അത് എന്ത് ചെയ്താൽ മതി, അതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി അല്ലേ. അപ്പൊ ഇൻവേഴ്സ് എടുക്കാൻ നമുക്കറിയാം, ഡിനോമിനേറ്റർ പോൾസ് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഫാക്ടേഴ്സ് സിമ്പിൾ ആണോ, കോംപ്ലക്സ് ആണോ, അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ ആണോ, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് സോൾവ് ചെയ്യാം. പക്ഷേ അങ്ങനെ സോൾവ് ചെയ്യാതെ എന്ത് ചെയ്യണം, പോൾ സീറോ പ്ലോട്ട് വരച്ചിട്ട് ഇത് സോൾവ് ചെയ്യുന്നതാണ് എന്ത്, ടൈം ഡൊമെയിൻ റെസ്പോൺസ് ഫ്രം പോൾ സീറോ പ്ലോട്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഐ ഓഫ് എസിൽ നിന്ന് ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടൈം ഡൊമെയിൻ റെസ്പോൺസ് ആണ്. അത് കണ്ടുപിടിക്കണം എങ്ങനെ, ഫ്രം ദി പോൾ സീറോ പ്ലോട്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലൂടെ ഈ സ്റ്റെപ്സ് അങ്ങ് പഠിക്കാം. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഈ മെത്തേഡ് നമുക്ക് പോൾസ് സിമ്പിളും കോംപ്ലക്സും ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ പോൾസ് ഉണ്ടെങ്കിൽ, അതായത് ഒരു പോയിന്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ പോൾസ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസേ പ്രതീക്ഷിക്കാവുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് പോൾസും സീറോസും കണ്ടുപിടിച്ച് പോൾ സീറോ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അത് സീറോസ് എന്താണ്, ന്യൂമറേറ്റർ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ സീറോസ് കിട്ടും അല്ലേ. ന്യൂമറേറ്റർ ഈക്വൽ ടു 0 ചെയ്യുമ്പം 2s ഈക്വൽ ടു 0 ഓർ s ഈസ് ഈക്വൽ ടു 0. സീറോ സെറ്റ് s ഈസ് ഈക്വൽ ടു 0. ഇനി പോൾസ് എങ്ങനെ കണ്ടുപിടിക്കും, s+1 ഇൻറ്റു s+2 ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ചെയ്യുക അല്ലേ. അപ്പോൾ പോൾസ് എവിടെയൊക്കെ വരും, -1ലും -2. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സീറോസും പോൾസും കണ്ടുപിടിച്ചു. സീറോ സെറ്റ് 0, പോൾ സെറ്റ് -1 -2. ഇനി ഇത് വെച്ച് നമ്മൾ ഒരു പോൾ സീറോ പ്ലോട്ട് വരയ്ക്കുക. നമുക്കറിയാം ഇത് j⍵ ആണ്, ഇത് -j⍵. പോൾ സീറോ പ്ലോട്ട് സിഗ്മ മൈനസ്. അപ്പൊ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാനുള്ള പ്രത്യേക വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പോൾസ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ ഒരു ഫ്രാക്ഷണൽ ഫോമിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പോൾസ്. ന്യൂമറേറ്റർ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, സീറോസ്. അപ്പൊ ഈ സീറോസും പോൾസും കൂടെ നമ്മൾ ഒരു എസ് ഡൊമെയിൻ പ്ലെയിനിൽ വരയ്ക്കുകയാണ്. ഇതാണ് എസ് പ്ലെയിൻ. എസ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സിഗ്മ പ്ലസ് j⍵ ആണ്. അതുകൊണ്ട് സിഗ്മയുടെ വാല്യൂ പോസിറ്റീവ് നെഗറ്റീവ്, j⍵യും പോസിറ്റീവ് നെഗറ്റീവ് വെച്ച് വരയ്ക്കുക. ഇനി സീറോസ് ഉള്ളെടുക്കുക. s ഈസ് ഈക്വൽ ടു 0, 0 ഇവിടെയാണ് അല്ലേ. അപ്പൊ ഇവിടെ ഒരു 0 ഉണ്ട്, 0ന് സർക്കിൾ വെച്ച് മാർക്ക് ചെയ്യുക. അപ്പൊ സീറോസ് ആർ റെപ്രസെന്റഡ് ബൈ എ സർക്കിൾ. ഇനി പോൾസ് എങ്ങനെ വരയ്ക്കും, s ഈസ് ഈക്വൽ ടു -1ഉം -2 ഇല്ലേ. അതായത് ഇവിടെ -1 -2. അവിടെ എന്ത് ചെയ്യുക, പോൾസ് മാർക്ക് ചെയ്യുന്നത് ക്രോസ് സൈൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. യു ഹാവ് ടു പ്ലോട്ട് ദി പോൾ സീറോ ഡയഗ്രാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ നമ്മൾ സാധാരണ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എഴുതുന്നത് എങ്ങനെയാണോ അതുപോലെ എഴുതുക. അപ്പോൾ ഇതിനകത്ത് 2 സിമ്പിൾ പോൾസ് ആണുള്ളത് അല്ലേ. അപ്പം അതനുസരിച്ച് ഡിനോമിനേറ്റർ എഴുതുക. എങ്ങനെയാണ്, എത്ര പാർഷ്യൽ ഫ്രാക്ഷൻ ടേംസ് വരും, ഞാൻ k1 by s+1 പ്ലസ് k2 by s+2. ഓക്കെ, നമ്മൾ സാധാ പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതുമ്പോൾ a by s+1 പ്ലസ് b by s+2. കാരണം ഇത് സിമ്പിളും ഡിസ്റ്റിങ്ക്റ്റും ഫാക്ടേഴ്സ് ആണ് ഡിനോമിനേറ്ററിൽ അല്ലേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഈ k1ഉം k2 ആണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഈ k1 കണ്ടുപിടിക്കാനായിട്ട് ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട്. ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡാണ്.
K1 ഈക്വൽ ടു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷനകത്ത് എല്ലാ കോഎഫിഷ്യന്റും ഡിനോമിനേറ്ററിലെ എല്ലാ കോഎഫിഷ്യന്റും, അതായത് എസിന്റെ ഹയസ്റ്റ് പവറിന്റെ എല്ലാ കോഎഫിഷ്യന്റും 1 ആക്കിയതിന് ശേഷമുള്ള കോൺസ്റ്റന്റ് വാല്യൂ ആണ് കെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, എസിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടെ എസിന്റെ കോഎഫിഷ്യന്റ് 1 ആണ് അല്ലെ. അപ്പം ഇനി ഇവിടെ നമുക്ക് ഇനി സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. അപ്പൊ എന്തെങ്കിലും കോൺസ്റ്റന്റ് ഈ ഇക്വേഷനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ എന്താ, ഒരു 2 എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ഇവിടെ കിടപ്പുണ്ട്. ആ 2 ആണ് നമ്മുടെ എച്ച്. അപ്പൊ K1 കണ്ടുപിടിക്കാൻ ആദ്യം എച്ച് എഴുതുക. കോൺസ്റ്റന്റ് വല്ലോ ഇക്വേഷനിലുണ്ടോ ഇൻറ്റു ആ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. അപ്പൊ ഇൻറ്റു എ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആയിരിക്കും. ഈ ന്യൂമറേറ്ററിൽ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ, ന്യൂമറേറ്ററിൽ നമ്മൾ K1 എന്ന് എഴുതിയത് ഈ S+1 S ഈക്വൽ ടു -1 എന്ന പോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് K1 എഴുതിയത് അല്ലെ. അപ്പൊ ആ പോൾ ഇങ്ങോട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ പോളിലേക്ക് വേറെ ഏതെങ്കിലും സീറോസിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിളും ആണ് എവിടെ എഴുതേണ്ടത്, ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. അപ്പം ന്യൂമറേറ്ററിൽ എപ്പോഴും സീറോസിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിളും ആണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ഇപ്പോൾ ഒരു സീറോയേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ സീറോസ് ഉണ്ടെങ്കിൽ ഓരോ ടേമും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് നമ്മുടെ കൺസിഡറിങ് പോൾ, അതായത് S ഈക്വൽ ടു -1 പോള് അതിൽ നിന്ന് വേറെ പോൾസിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും ആണ് എന്ത് എഴുതേണ്ടത്, കൺസിഡർ ചെയ്ത് ഡിനോമിനേറ്ററിൽ എഴുതുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് എൻ്റെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ സീറോസ് ആണ് അല്ലെ. സീറോസ് കൺസിഡർ ചെയ്യുമ്പോഴാണ്. അപ്പൊ നമ്മുടെ കൺസിഡറിങ് പോൾ ഏതാണ്, മൈനസ്. ഞാൻ കൺസിഡറിങ് പോൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, K1 നമ്മൾ കണ്ടുപിടിക്കുമ്പം ഏത് പോളാണോ കിടക്കുന്നത് അതാണ് കൺസിഡറിങ് പോൾ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ കൺസിഡറിങ് പോളിലേക്ക് വേറെ ഏതെങ്കിലും സീറോസിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിളും. ഡിസ്റ്റൻസ് എന്ത് വരും, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റ് മാത്രം എടുത്താൽ മതി, ഡയറക്ഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഡിസ്റ്റൻസിന്റെ കേസിൽ നമ്മൾ ആംഗിൾ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നില്ല. ഡയറക്ഷൻ എടുക്കുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. അപ്പം സീറോസിൽ നിന്ന് നമ്മുടെ കൺസിഡറിങ് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 1 യൂണിറ്റ്. ഓക്കെ ആണല്ലോ. ഇനി അതിന്റെ കൂടെ അതിന്റെ ആംഗിളും എഴുതണം. ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും, നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇതാണ് 90 ഡിഗ്രി, മൊത്തം ആകുമ്പോൾ 180, ദെൻ 270, ദെൻ 360 അല്ലേ. അപ്പോൾ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് നമ്മുടെ ആംഗിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇത് 90, ഈ 2 കോർഡിനോട് വരുമ്പോൾ 180, ദെൻ 270, ദെൻ അഗെയിൻ 360. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ സീറോയിൽ നിന്ന്. അപ്പൊ ഈ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് ആംഗിൾ എടുത്ത് തുടങ്ങണം. നമുക്കറിയാം, നമുക്ക് എവിടെ സീറോ കിടക്കുന്ന അവിടെ ഒരു XY അങ്ങ് വരച്ച് നോക്കുക. ഇവിടെ ഇപ്പോൾ സീറോ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് വരുന്ന പൊസിഷനിൽ നിന്ന് ആംഗിൾ എടുക്കുക. അപ്പൊ നമ്മുടെ പോള് കിടക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് ഇങ്ങനെ ആംഗിൾ എടുക്കുമ്പോൾ എത്ര വരുന്നേ, 90 + 90 180 ഡിഗ്രി. ഇപ്പൊ 180 ഡിഗ്രി നമ്മൾ ചുമ്മാതെ എഴുതിയാൽ പോലെ അതിന്റെ ഡയറക്ഷൻ നോക്കി +180 ആണോ -180 ആണോ എന്ന് കൺഫേം ചെയ്യണം. അപ്പൊ നോക്കിക്കേ, ഇത് നമ്മുടെ സാധാ ഒരു ആംഗിൾ പോകുന്ന കണക്ക് തന്നെ അല്ലേ, ദാറ്റ് ഇസ് ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും, +180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ക്ലോക്ക് വൈസ് ആയിരുന്നുണ്ടെങ്കിൽ -180 ഡിഗ്രി എന്ന് എഴുതുക. അപ്പൊ ഇത് ഓക്കെ ആയി. നമ്മൾ ഒരു സീറോയേ ഉള്ളൂ, ആ സീറോനെ കുറിച്ചുള്ള കാര്യം, അതിന്റെ ഡിസ്റ്റൻസും ആംഗിളും മുകളിൽ എഴുതി. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും സീറോസ് ഉണ്ടായിരുന്നെങ്കിൽ ഇൻറ്റു അതിന്റെ ഡിസ്റ്റൻസും ആംഗിളും അടുത്തായിട്ട് എഴുതുക. അപ്പൊ സീറോസിനെ കുറിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി എന്താണ്, പോൾസ്. അപ്പൊ പോൾസിനെ കുറിച്ച് ഡിനോമിനേറ്ററിൽ എഴുതുക. അപ്പൊ നമുക്കിനി വേറെ പോൾസ് ഉണ്ടോ എന്ന് നോക്കാം. കൺസിഡറിങ് പോള് കൂടാതെ ഈ കൺസിഡറിങ് പോള് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, അതിന്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേറെ പോൾസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ നോക്കിക്കേ, ഇതേ -2 പോളുണ്ട്. അപ്പൊ ഈ പോളിൽ നിന്ന് നമ്മുടെ കൺസിഡറിങ് പോളിലേക്കുള്ള
ഡിസ്റ്റൻസും ആംഗിളും ആണ് എഴുതേണ്ടത്. ആ ഡയറക്ഷൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഇപ്പം എടുക്കാൻ പോകുന്ന വേറെ ഏത് പോളെങ്കിലും ഉണ്ടെങ്കിൽ ആ പോളിൽ നിന്ന് നമ്മുടെ കൺസിഡറിങ് പോളിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും ആണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, കൺസിഡറിങ് പോൾ ഇവിടെയാണ് കിടക്കുന്നത്, റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. ആ ഡിസ്റ്റൻസ് -1 തൊട്ട് 2 വരെ എത്ര യൂണിറ്റ് ഡിസ്റ്റൻസ് വരും? 1 വരും. ഇനി ആ ആംഗിൾ എത്ര വരും? ആംഗിൾ എന്താണ്? സെയിം ക്വാഡ്രന്റിൽ തന്നെ കിടക്കുന്നത് അല്ലേ, റൈറ്റിലായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ആംഗിൾ എന്താണ്? 0. അപ്പം കൺസിഡറിങ് പോൾ എന്ന് പറഞ്ഞാൽ -1, അത് കിടക്കുന്നത് മറ്റേ പോളിന്റെ റൈറ്റ് സൈഡിലാണ്. അപ്പൊ ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ആംഗിൾ എത്ര വരും? 0 ഡിഗ്രി പോളിന്റെ കേസ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി വേറെ പോൾസ് ഉണ്ടെങ്കിൽ അത് ബ്രാക്കറ്റ് ഇൻടു ചെയ്ത് അടുത്ത് എഴുതുക, അതിന്റെ ആംഗിളും ഡിസ്റ്റൻസും. പക്ഷെ നമുക്ക് വേറെ പോൾസ് ഒന്നും ഇല്ല, അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 1 ആംഗിൾ 180 അല്ലേ, ദെൻ 1 ആംഗിൾ 0. അപ്പം ഒരു പോളാർ ഫോമിലുള്ള ഡിവിഷൻ ആണ് ഇവിടെ. അപ്പം മാഗ്നിറ്റ്യൂഡ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് 1/1 is 1. ഇനി ആംഗിൾസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, 180 minus 0 degree is 180. സോ ആൻസർ ഇസ് 2 ആംഗിൾ 180 ഡിഗ്രി. നമ്മുടെ റെക്ടാങ്കുലർ ഫോമിൽ എഴുതുവാണെങ്കിൽ -2 + 0j എന്ന് വരും, ഓർ -2 is the value for K1. സിമിലർലി നമുക്ക് K2 കണ്ടുപിടിക്കാം. അപ്പം K2 കണ്ടുപിടിക്കുന്നത് സെയിം പ്രോസസ്സാണ്. നമ്മുടെ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് എഴുതുക, ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിൽ എന്താ എഴുതേണ്ടത്? നമ്മുടെ കൺസിഡറിങ് പോൾ മാറി അല്ലേ, K2 വരുമ്പം S = എന്തായി? -2 ആയി കൺസിഡറിങ് പോൾ. ഓക്കെ, ഈ പോളിൽ നിന്നുമുള്ള കാര്യങ്ങൾ നോക്കുക ഇല്ലേ. അപ്പൊ നമുക്ക് നോക്കിക്കേ, ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ സീറോസിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിളും ആണ്. അപ്പൊ നോക്കിക്കേ, ന്യൂമറേറ്ററിൽ എഴുതേണ്ടത് വേറെ ഏതെങ്കിലും സീറോസിൽ നിന്ന് കൺസിഡറിങ് പോളിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും, സീറോസിൽ നിന്നും കൺസിഡറിങ് പോളിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും. ഇപ്പൊ ഒരു 0 ഉണ്ട് സീറോയിൽ നിന്ന് കൺസിഡറിങ് പോൾ ഇവിടെ കിടക്കുന്നത്, ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്ര വരും? 2 യൂണിറ്റ്സ് അല്ലേ. 0 to -2 ആണ് നമ്മുടെ കൺസിഡറിങ്. ഇനി ആംഗിൾ എങ്ങനെ വരും? ആംഗിൾ എന്താണ്? ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നല്ലേ. കൺസിഡറിങ് പോള് 0യുടെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് ആംഗിൾ എന്ത് എഴുതാം? 180 ഡിഗ്രി. അപ്പൊ കൺസിഡറിങ് പോള് ഈ 0യിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിളും ആണ് വേണ്ടത്. 0യിൽ നിന്ന് നോക്കുമ്പോൾ ലെഫ്റ്റിലായതുകൊണ്ട് ആംഗിൾ എത്ര വരും? 180 ഡിഗ്രി. ഇനി വേറെ സീറോസ് ഒന്നും ഇല്ല അല്ലേ. ഇനി നമുക്ക് പോൾസ് എഴുതാം. പോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും വേറെ പോൾസ് ഏതാണ്? -1. ഇപ്പൊ -1ലാണ് പോൾ ഉള്ളത് അല്ലേ. ഈ -1 എന്നുള്ള പോളിൽ നിന്നും നമ്മുടെ കൺസിഡറിങ് പോളിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും. ഡിസ്റ്റൻസ് എത്ര വരും? 1 യൂണിറ്റ്. ആംഗിൾ എത്ര വരും? -1ൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ആംഗിൾ അല്ലേ. അപ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് 180 ഡിഗ്രി. ഇവിടെ നമ്മളൊരു ക്വാഡ്രന്റ്, ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ ഇത്രയും റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ലെഫ്റ്റിലോട്ട് വരുന്നതുകൊണ്ട് അതെന്താണ്? 180 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കതും കിട്ടി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 2 × 2/1 is 2. ആംഗിൾസ് തമ്മിൽ വ്യത്യാസം എടുക്കുക, ഡിഫറൻസ് എടുക്കുക. 180 - 180 is 0 ഡിഗ്രി. സോ ദ ആൻസർ ഈസ് 4 ആംഗിൾ 0, ദാറ്റ് ഇസ് 4. അപ്പോൾ നമുക്ക് K1 ഉം K2 ഉം കിട്ടി. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇൻവേഴ്സ് എടുക്കാം. K1ന്റെ വാല്യൂ എന്താണ്? -2/s+1 and K2 is 4/s+2. ഇനി ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് I of t കിട്ടും. നമുക്കറിയാം 1/s+a എന്താണ്? e⁻8. സോ e⁻−1t പ്ലസ് 4 കോൺസ്റ്റന്റ് ആണ്. 1/s+2ന്റെ എന്ത് വരും? e⁻−2.
ഓക്കെ, അപ്പോൾ ഈ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കണം. ഇതിൽ നിന്നാണ് നമ്മൾ ഈ K1 K2 എന്നുള്ള വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. അത് ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കൺസിഡറിങ് പോളിലേക്ക് സീറോസിൽ നിന്നും വേറെ പോൾസിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിളും ആണ് എപ്പോഴും നോക്കുന്നത്. അപ്പം കൺസിഡറിങ് പോളിലേക്ക് വേറെ ഏതെങ്കിലും സീറോസിൽ നിന്നും പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിളും. ഓക്കെ ആണല്ലോ. ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് പറയാം. K1 കണ്ടുപിടിക്കാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ന്യൂമറേറ്റഡ് ബൈ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും സീറോസ്. കൺസിഡറിങ് പോള് -1 ആണ്. ഈ -1ലേക്ക് സീറോയിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിളും. -1ലേക്ക് സീറോയിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആംഗിൾ. ഇനി -1ലേക്ക് പോൾസ് എടുക്കുമ്പോൾ, സീറോസ് എഴുതി കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ പോൾസ് എടുക്കുമ്പം വേറെ പോൾസിൽ നിന്ന് -1ലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും. വേറെ പോൾസിൽ നിന്ന് -1ലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും. ഇവിടെ അതുപോലെ തന്നെ കൺസിഡറിങ് പോള് -2 ആണ്. ന്യൂമറേറ്ററിൽ എഴുതേണ്ടത് സീറോയിൽ നിന്ന് കൺസിഡറിങ് പോളിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും. ഡിനോമിനേറ്ററിൽ വേറെ ഏതെങ്കിലും പോൾസിൽ നിന്നും കൺസിഡറിങ് പോളിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം. ലെഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ 180, റൈറ്റിലാണെന്നുണ്ടെങ്കിൽ 0, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കോംപ്ലക്സ് പോള് വരുമ്പോൾ ഉള്ള ആംഗിൾ കാൽക്കുലേഷൻ നോക്കാം. താങ്ക് യു.